ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. മഹാദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണ് എന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകി. ഈ പ്രഭാതത്തിൽ ആ വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ കർത്താവ് സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ജനിച്ചിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ട്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഒരു ഇതിഹാസ പുരുഷനാണ്, അവിടെ യഥാർത്ഥമായി ഉണ്ടായിരുന്നവനല്ല എന്ന് പറയുന്നവരുമുണ്ട്. ചിലർ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു മായക്കാഴ്ചയായിട്ട് ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തമായിട്ട് അറിയുകയും കർത്താവിൻ്റെ അടുക്കൽ ഇരുന്ന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയും കർത്താവിൻ്റെ മുഖം ദർശിക്കുകയും ചെയ്ത കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിനെ കുറിച്ച് തൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ആ വ്യക്തിയെ അഥവാ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടു എന്നും ഞങ്ങൾ നോക്കി, ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടു, ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്നും കേട്ടു എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു വെറും ഒരു മായക്കാഴ്ചയല്ലായിരുന്നു, പിന്നെയോ ശിഷ്യന്മാർ കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, തൊട്ടിട്ടുള്ള, നോക്കിയിട്ടുള്ള ജീവന്റെ വചനമാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന പല പാഠങ്ങളും തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തല മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു എന്ന് മത്തായി സുവിശേഷം 27:29, ലൂക്കോസ് 15:18-19, അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 19:2. ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മെപ്പോലെ ഒരു വ്യക്തിയായിരുന്നുവെന്നും അവിടുത്തെ തലയിൽ മുൾക്കിരീടം അവർ ധരിപ്പിച്ചു എന്നും കർത്താവിൻ്റെ തല എന്ന വ്യക്തമായിരിക്കുന്ന പ്രയോഗം കാണാനായിട്ട് കഴിയും. 2, കർത്താവിൻ്റെ മുഖത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ അവർ അടിച്ചു, കന്നത്തടിച്ചു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 23, 19:3, മാർക്കോസ് 15:43, യോഹന്നാന്റെ സുവിശേഷം 19:39. ഈ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ മുഖമെന്നും കർത്താവിൻ്റെ മുഖത്തോട് അവർ കാണിച്ച അനാദരവിനെ കുറിച്ചും പറയുന്നുണ്ട്. 3, കർത്താവിൻ്റെ വിലാപ്പുറം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 34, 20:25. ഈ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വിലാപ്പുറത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന വചനഭാഗങ്ങൾ കാണുവാൻ തക്കവണ്ണം കഴിയും. മാത്രമല്ല, നമ്മുടെ കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാ ശാരീരികമായിരിക്കുന്ന അവയവങ്ങളോടും കൂടി തന്നെയാണ് അവിടെ നിന്ന് ഈ ലോകത്തിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവിൻ്റെ കൈയെക്കുറിച്ച് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വാക്യം, മറിയ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24:50 കർത്താവ് കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. കൈകളും കാലുകളും എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം ലൂക്കോസിന്റെ സുവിശേഷം 24:39 കാണുന്നു. എൻ്റെ കൈയും കാലും നോക്കി എന്നെ തിരിച്ചറിയുക എന്ന് കർത്താവ് പറയുന്നു. മാത്രമല്ല, കർത്താവ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിയതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈ ലോകത്തായിരുന്ന സമയത്ത് അവിടെ നിന്ന് നടന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 23-ാമത്തെ വാക്യം. മാത്രമല്ല, കർത്താവ് ശമര്യയിൽ പോയി പാർത്തു, അവിടെ നിന്ന് ശമര്യയിൽ പോയി താമസിച്ചു. യോഹന്നാന്റെ സുവിശേഷം 4:41. മാത്രമല്ല, അവിടുന്ന് കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതി. അവിടുന്ന് നിവർന്ന ശേഷം അവരോട് സംസാരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 6-7 വാക്യങ്ങൾ.
ഈ വാക്യങ്ങളിൽ നിന്നും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം വ്യക്തമാണ്. നമ്മുടെ കർത്താവ് അസ്ഥിയും മാംസവുമുള്ള ഒരു വ്യക്തിയാണെന്ന് സ്വയം അവകാശപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 39 മുതൽ 43 വരെയുള്ള ഭാഗം നമുക്ക് ആ കാര്യം കാണുവാൻ തക്കവണ്ണം കഴിയും. അതേ, നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ തികച്ചും ഒരു സമ്പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്ത് കർത്താവ് വിളങ്ങി എന്നുള്ള യാഥാർത്ഥ്യം വ്യക്തമാണ്. നമ്മുടെ കർത്താവായ യേശു ഒരു മായക്കാഴ്ചയല്ലായിരുന്നു, ഒരു കെട്ടുകഥയല്ലായിരുന്നു. പിന്നെയോ നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജീവിച്ച വ്യക്തിയാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തിരുവെഴുത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 1 വാക്യം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ ജീവിതാവസാനം വരെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 13 വാക്യം. ഗതസമനയിലെ കർത്താവ് നിലവിളിച്ച് കരഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 23:46 വാക്യം. ഇതിൽ നിന്നെല്ലാം നമ്മുടെ കർത്താവായ യേശു ഒരു മനുഷ്യനാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനും ധ്യാനിക്കുവാനും കഴിയുന്നതാണ്. ഈ ലോകത്തുള്ള മനുഷ്യർ വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടോടുകൂടി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ദർശിക്കുമ്പോൾ അവിടുന്ന് നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പാപം ഒഴികെ നമുക്ക് തുല്യനായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചവനും പ്രവർത്തിച്ചവനും കരഞ്ഞവനും സന്തോഷിച്ചവനും സ്നേഹിച്ചവനുമായ വ്യക്തിയായിരുന്നു എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം ഈ വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളതായ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് സേവിക്കാനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ. ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളും നൽകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.